പ്രിയപ്പെട്ട ആളൂർ പഞ്ചായത്ത് നിവാസികളെ, ഇന്നു മുതൽ ആളൂർ പഞ്ചായത്തിൻ്റെ കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിരവധി സംശയങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒരു പരിധിവരെ നമുക്ക് ഓരോ ദിവസവും ജനങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. COVID-19 രണ്ടാം തരംഗം പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആളൂർ പഞ്ചായത്ത് പൊരുതിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് 9/5/2021 14 പേർക്കാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതി ഇന്നുണ്ട്. ആളൂർ പഞ്ചായത്തിൽ രണ്ടാം തരംഗം ആരംഭിച്ചതിന് ശേഷം ആകെ 1885 പേർക്കാണ് കോവിഡ് പോസിറ്റീവായിട്ടുണ്ടായിരുന്നത്. രണ്ടാം തരംഗത്തിലുണ്ടായിട്ടുള്ള മരണം ആകെ 9 പേരാണ്. ഇന്ന് നെഗറ്റീവായിട്ടുള്ള ആളുകൾ 60 പേര് നെഗറ്റീവായിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. ലൈവ് നിലവിൽ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകൾ ആളൂർ പഞ്ചായത്തിൽ ആകെ 608 പേരുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന്, അതുപോലെ തന്നെ ആളൂർ പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും വാർഡ് മെമ്പർമാർ, ആശാപ്രവർത്തകന്മാർ, RRT പ്രവർത്തകർ, ഇവരാണ് മുന്നണി പോരാളികളായി ആളൂർ പഞ്ചായത്ത് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനായും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പഞ്ചായത്ത് തലത്തിൽ സമിതി രൂപീകരിക്കുകയും വിവിധ സബ് കമ്മിറ്റികൾ നിർമ്മിക്കുകയും ചെയ്ത് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് വാർ റൂം എന്നുള്ള രീതിയിൽ ഒരു സമിതിയും കൂടി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്ന് പറയുന്നത് ഹെൽപ്പ് ഡെസ്ക്. കോവിഡുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെടുവാൻ 24 മണിക്കൂറും സേവനത്തിനായി ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചതാണ്. ഹെൽപ്പ് ഡെസ്കിന്റെ ഫോൺ നമ്പർ എല്ലാവരും ഒന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. 95 62 77 67 14. ഒന്നും കൂടെ പറയുകയാണ്, 95 66 77 67 14. ഇതാണ് ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ. കൂടാതെ എല്ലാ ദിവസവും കോവിഡ് രോഗികൾ ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം മാധ്യമങ്ങളിലൂടെ അതിൻ്റെ കണക്ക് നമ്മൾ പബ്ലിഷ് ചെയ്ത് വരികയാണ്. അത് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, ആശാ വർക്കർ തുടങ്ങിയിട്ട് എല്ലാ ഗ്രൂപ്പുകളിലേക്കും നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ എല്ലാ ജനങ്ങൾക്കും അന്നന്ന് നമ്മുടെ പഞ്ചായത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള കേസുകൾ, നെഗറ്റീവായ കേസുകൾ, നമ്മുടെ പഞ്ചായത്തിലുണ്ടാകുന്ന ഡെത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയുവാൻ സാധിക്കും. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ രോഗപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പോകാനായിട്ട് വലിയ പ്രയാസം നേരിട്ടിരുന്നു. ആംബുലൻസ് സൗകര്യം വളരെ വൈകിയാണ് പലപ്പോഴും നമുക്ക് ലഭിക്കാറ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്തിൽ
വാഹന സൗകര്യം സൗജന്യമായിട്ട് നൽകാനായിട്ട് തീരുമാനിച്ചു, നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹന സൗകര്യം ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആരും തന്നെ വാഹനം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അത്യാവശ്യമായി മരുന്നുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ മെഡിസിൻ സർവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട മരുന്ന് ആവശ്യമായിട്ടുള്ള വ്യക്തികൾക്ക് വാർഡുകളിൽ നമ്മുടെ RRT ടീം ഉണ്ട്. പഞ്ചായത്ത് മെമ്പർ, ആശാ വർക്കർ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, അംഗനവാടി ടീച്ചർമാർ എന്നിവരാണ് അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കേണ്ടവർ. അവരിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ സന്നദ്ധ പ്രവർത്തകർ മരുന്ന് എത്തിച്ച് നൽകും. അത് RRT വീടുകളിൽ എത്തിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ എടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൺ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 100 കണക്കിന് വരുന്ന ആളുകൾക്ക് ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കാൻ സാഹചര്യം ഉണ്ടാകരുത് എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചു. ഇത് വീണ്ടും നമ്മുടെ ഈ കോവിഡിന്റെ 2ാം വരവിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് 9/5/2021 ഇന്നു മുതൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചിരിക്കുകയാണ്. ആരും വിശന്നിരിക്കരുത് എന്ന ഉദ്ദേശത്തോടെ കൂടിയാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ജനങ്ങളിലേക്കും ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗമെന്ന് വീട്ടിലെ മുഴുവൻ ആളുകളും, പിന്നെ ആരോഗ്യപരമായി ക്ഷീണിതരും മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരുമായിട്ടുള്ള വീടുകളിൽ ഭക്ഷണം വയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. മറ്റ് അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. തെരുവിൽ കഴിയുന്ന അപൂർവം കുറച്ചാളെങ്കിലും ഉണ്ടാവും. ഇവരെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇവർക്കൊക്കെ ഭക്ഷണം എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തകരെ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഭക്ഷണം നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. DCC ഡൊമിസറി കെയർ സെന്റർ കോവിഡ് പോസിറ്റീവായ വീടുകളിൽ നിരീക്ഷണത്തിലിരിക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനെ DCC നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ആളൂര് നമ്മുടെ FHSയുടെ തൊട്ടടുത്ത് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിനോടടുത്ത് വേണം ഈ DCC സെന്ററൊക്കെ ആരംഭിക്കാൻ എന്ന് സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളൂരിലെ നമ്മുടെ FHSയുടെ സമീപത്ത് തന്നെ DCC നാളെ ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് പോസിറ്റീവായ ആളുകൾ വീടുകളിൽ കഴിയുന്നതിന് സൗകര്യമില്ലാത്ത മറ്റ് ആളുകൾക്ക് രോഗം പടരാതിരിക്കുന്നതിന് വേണ്ടി, സമ്പർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരം രോഗികളെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് മറ്റ് ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത ആളുകളെയാണ്, നമ്മുടെ ആരോഗ്യമുള്ള ആളുകളെയാണ് നമ്മൾ DCCയിലേക്ക് മാറ്റുന്നത്. അത് A കാറ്റഗറി എന്നുള്ള രീതിയിലാണ്. B കാറ്റഗറി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറിയ ചെറിയ പ്രയാസങ്ങൾക്കുള്ള ആളുകളെ, എന്നാൽ വലിയ ഗൗരവ സ്വഭാവമുള്ള ലക്ഷണമില്ലാത്ത ആളുകളെ നമ്മൾ CFLTCയിലേക്ക് മാറ്റും. അവിടെയും നിൽക്കാതെ C കാറ്റഗറിയിലേക്ക് വരുമ്പോഴാണ് താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക്, അത് കഴിഞ്ഞാൽ D കാറ്റഗറി വരുമ്പോൾ നമ്മൾ പിന്നെ മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ പഞ്ചായത്തിന്റെ പ്രാഥമികമായിട്ട് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് DCC അതുപോലെ തന്നെ CFLTC ആണ്. അപ്പോൾ DCC സൗകര്യം നാളെ ആരംഭിക്കുകയാണ്. CFLTCയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സംവിധാനം എല്ലാം ഉപയോഗിക്കാനായിട്ട് കഴിയും. എടുത്തു പറയേണ്ട മറ്റ് ചില കാര്യങ്ങൾ, കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ, അത് വലിയ പ്രയാസമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് നേരിടുന്നത്. അപ്പോൾ രോഗത്തെ ഭയന്നുകൊണ്ട് ആരും തന്നെ ഈ മരിച്ച ആളുകളോട് അടുക്കാൻ പേടി കാണിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ധൈര്യപൂർവ്വം PP കിറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ അത്തരം കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായിട്ട് ഇടപെടാൻ
സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കേസുകളിൽ അവർ ഇതിനകം തന്നെ പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മുടെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകരുടെ സഹായം സ്വീകരിക്കാവുന്നതാണ്. വളരെ ഇപ്പോൾ രോഗം പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക്, കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ എടുത്ത് വാഹനത്തിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ചില വീടുകളിൽ ആളുകളില്ലാത്ത സ്ഥിതിയുണ്ട്. അവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിനുള്ള തീരുമാനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇത് മാത്രമല്ല, നമ്മളുടെ ആളുകൾ കൂടുന്ന, ഇപ്പോൾ നമ്മുടെ വാക്സിൻ നൽകുന്ന ആശുപത്രി, അവിടെയൊക്കെ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും വരികയാണ്. അപ്പോൾ വന്നു പോയി കഴിഞ്ഞാൽ അവിടെ അണുനശീകരണം നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമൊക്കെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ ദിവസവും അണുനശീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വീടുകളിലും ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ വീട് അണുനശീകരണം നടത്തണം എന്നുള്ളത് കുടുംബത്തിലെ ആളുകളുടെ ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ സന്നദ്ധ പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സേവനം നമ്മുടെ വീടുകളിലും നമുക്ക് നൽകും എന്നുള്ളതാണ് അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്, നടപ്പാക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിനെല്ലാം ധാരാളം സാമ്പത്തിക ആവശ്യം വരികയാണ്. ഇപ്പം തന്നെ നമ്മൾ ആരും ആവശ്യപ്പെടാതെ നമ്മുടെ പഞ്ചായത്തിലെ നല്ല മനുഷ്യരായിട്ടുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിളിച്ച് ഞങ്ങളും സഹായിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഒരു 10,000 രൂപ ഐഷ അലിയ ആളൂരിലെ ഒരു കുടുംബം 10,000 രൂപ, വയസ്സായിട്ടുള്ള സ്ത്രീയാണ്. അവർ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് സക്കാത്തിനായിട്ട് മാറ്റിവെച്ച തുകയാണ്. ആ തുക ഈ വലിയ ജീവകാരുണ്യ ഒരു പ്രവർത്തനം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഈ കോവിഡ്-19യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഈ തുക ഉപകരിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ വിളിച്ച് തുക നൽകുകയുണ്ടായി. മാത്രമല്ല, നമ്മുടെ പഞ്ചായത്ത് നേരത്തെ സൂചിപ്പിച്ചു, രോഗികൾക്കും രോഗം നിർണ്ണയിക്കുന്നതിനാവശ്യമായിട്ട് വാഹന സൗകര്യത്തിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ചില ആളുകളെ സമീപിച്ചപ്പോൾ നമുക്ക് 2 വാഹനം ഇപ്പം തന്നെ ലഭിക്കുകയുണ്ടായി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഷാജൻ കല്ലുവളപ്പൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇനോവ കാറ് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ കൊമ്പടിയിലെ തോംസൺ ഗ്രൂപ്പ് അവരൊരു വാഹനം നമുക്ക് സൗജന്യമായിട്ട്, 2 പേരും സൗജന്യമായിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിനത് ലഭിച്ചത് വലിയ കാര്യമായിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ വളരെ ധൈര്യപൂർവ്വം പഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കാൻ കഴിയും. വിളിച്ചാൽ സേവനം 24 മണിക്കൂറും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരാൾ ആളൂരിലെ ചിറ്റക്കര ഷാജു ഒരു വാഹനം പഞ്ചായത്തിന് വേണ്ടി വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ചില സ്ഥാപനങ്ങൾ, നമ്മൾ പൈലറ്റ് സ്മിത്ത് എന്ന് പറയുന്ന കല്ലറ്റിങ്കരയിലെ ഒരു സ്ഥാപനം നേരത്തെ ഫോഗിങ് ചെയ്യാനായിട്ട് മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി സമീപിച്ചപ്പോൾ അദ്ദേഹം ആവശ്യമുള്ള മെഷീൻ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തടസ്സവും അദ്ദേഹം പറഞ്ഞതിൽ വളരെ സന്തോഷത്തോടു കൂടി അതിനാവശ്യമായിട്ടുള്ള തുക അദ്ദേഹം നൽകി. 21,000 രൂപയ്ക്കുള്ള മെഷീൻ നമുക്ക് വാങ്ങാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല, ചില ഈ പ്രതിരോധ സംരക്ഷക കവചങ്ങൾ, അതായത് മാസ്ക്, അതുപോലെ തന്നെ ഗ്ലൗസ്, സാനിറ്റൈസർ, PP കിറ്റ് ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങൾ
ആളൂരിലെ ജോസ് മൂഞ്ഞേലി അവര് ഇതുപോലെ തന്നെ PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ് എന്നിവ നൽകുകയുണ്ടായിട്ടുണ്ട്. അജി വാഴപ്പള്ളി, ആളൂരിലുള്ള അജി വാഴപ്പള്ളി അവര് സാനിറ്റൈസറും മാസ്കും മാത്രമല്ല 20,000 രൂപയും അദ്ദേഹം നൽകാം, ഈ കാര്യങ്ങൾക്ക് വേണ്ടി നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ താഴേക്കാടുള്ള തിരുക്കുളം അപ്പുകുട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ 3 മാസം അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ തുകയുടെ പകുതി വീതം ഏകദേശം 50,000 രൂപ പഞ്ചായത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകാം എന്ന് ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രവാസിയായിട്ടുള്ള ബ്രില്യന്റ്, ആളൂരിലുള്ള ബ്രില്യന്റ് എന്ന് പറയുന്ന വ്യക്തി ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ മറ്റ് ഏത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ സാമ്പത്തികമായോ മറ്റു രീതിയിലോ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സഹായിക്കാം എന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുമ്പോൾ അതിനാവശ്യം നിരവധി പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങളൊക്കെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സമീപിച്ച ഇപ്പോൾ കല്ലിറ്റിങ്കരയിലെ സുഗതൻ ആൻഡ് സൺസ് 2 ചാക്ക് അരി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അദ്ദേഹം വാക്ക് തന്നു. അപ്പോൾ അരി തന്നയച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ എടത്താടൻ ബിജു, എടത്താടൻ സ്റ്റോപ്പിലുള്ള സൂപ്പർ മാർക്കറ്റിലെ ബിജു അവർ കുറച്ച് ദിവസത്തേക്ക് ഏകദേശം ഒരാഴ്ചയിലധികം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പലചരക്ക് സാധനങ്ങൾ സൗജന്യമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം തരാൻ നല്ല മനസ്സാണ് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ കാണിക്കുന്നത് എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ 94 യുവജനങ്ങൾ ജീവൻ പണയം വെച്ചായാലും അവർ ഈ കോവിഡിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാവരും അവരോടൊപ്പം തന്നെ സഹകരിക്കണം. പഞ്ചായത്തിൻ്റെ, ജില്ലാ ഭരണാധികാരികളുടെ, സംസ്ഥാന ഗവൺമെന്റിന്റെ COVID-19 ബന്ധപ്പെട്ട് പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ലോക്ക്ഡൗൺ, കണ്ടെയ്ൻമെന്റ് സോൺ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് പോലും രോഗം പടരാതിരിക്കുന്നതിന് വേണ്ടി, ഒരാൾ പോലും മരണപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. അത്തരം തീരുമാനങ്ങളിൽ എല്ലാവരും നന്നായി സഹകരിക്കണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 608 രോഗികൾ ഇപ്പോൾ ലൈവിലുണ്ട്. അത് പടരാതിരിക്കാൻ ഒരാൾ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ആളൂർ പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തിന് കൂടെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയും ആ രീതിയിൽ അടഞ്ഞു കിടക്കുക തന്നെ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് കഴിയണം. ബന്ധപ്പെട്ട സെക്ടറൽ മജിസ്ട്രേറ്റുമാർ, അതുപോലെ തന്നെ പോലീസ് സംവിധാനം, ഇവരൊക്കെ തന്നെ ഈ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നാളെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ സഹകരണവും എല്ലാം തന്നെ അറിയിച്ചുകൊണ്ട് നാളെ 5 മണിക്ക് തന്നെ വളരെ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ഞാൻ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് സഹകരണത്തിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.